സാബ് അയ്യോ എന്ത് പറ്റി സാർ ഈ വീടിന് പുറവശത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാനത് കണ്ടില്ല. അയ്യോ അങ്ങ് പോയി. കുച്ച് നഹീ ദേഖാ. അയ്യോ കഷ്ടമായി പോയി. എന്റെ ജീവിതം കാഷ്ടമായി പോയി. സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു പറയാൻ വന്ന. അയ്യോ സോറി. ഒന്നുമില്ല. ആ MBA കാരന്റെ പോക്ക് കണ്ടോ? ഈ MBA കാരന്റെ നിപ്പ് കണ്ടോ? അത് 11 വ്യാഴൻ. ഇത് കണ്ടക ശനി. കൊണ്ടേ പോവും. കുറവൻ കോണത്തെ MBA. നീ എന്താ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നേ? ശരിയാണല്ലോ, വലത് കൈനെന്ത് പറ്റി? വേർസ് യുവർ റൈറ്റ് ഹാൻഡ്? അല്ല സാറാ കയ്യിൽ നിന്ന് പിടിവിട്ടാലല്ലേ കുട്ടിക്ക് വലുത് കൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റൂ. രമേശ്, ജാതകത്തിന്റെ കോപ്പി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ലല്ലോ. ഏതാ നാള്? പൂരിട്ടാതി. ഗുഡ്. പൂരുരുട്ടാതി പറഞ്ഞ ചെക്കന് അശ്വതി പറഞ്ഞ അച്ചി കേമൻ തന്നെ. ഡാഡിയോട് വിളിച്ചു പറഞ്ഞേക്കോ, ഉടനെ പുറപ്പെട്ടോളാൻ. ഡാഡിയോ? ഏത് ഡാഡി? ഡാഡി വരെ മറന്നുല്ലേ? ഇന്നലെ കൂടെ വിളിച്ചിരുന്നു ഡൽഹിന്ന്. ഓ അതാണോ ഡാഡി? ഞാൻ പപ്പാന്നാ വിളിക്കാറുള്ളത്. അതെ, ഈ കല്യാണത്തിന് ഡാഡി മസ്റ്റാണോ? മസ്റ്റാണെന്നോ? കല്യാണത്തിന് തന്റെ മസ്റ്റാണ്. എന്റെ മോനെ കാണാൻ എനിക്ക് തിടുക്കായി. ഒറ്റ മോനല്ലേ, ഉത്തട്ടാതി പിറന്ന ഉത്തമ പുരുഷൻ. അല്ല, പൂരുട്ടാതി എന്നുള്ള മകൻ പറഞ്ഞിരുന്നത്. അതെ, പൂരിട്ടാതി മുക്കാലി, ഉത്തട്ടാതി കാലി. ഞാൻ ഒന്ന് കുറിച്ചോട്ടെ. അല്ല, താൻ എന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ കുറിച്ചെടുക്കണത്? തന്റെ പേര് കുറുപ്പെന്നാണോ? അല്ലല്ല, കുറുപ്പല്ല, മേന്ന. ആ മേന്നെ എന്റെ മോനോട് പറഞ്ഞേക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എവിടെയോ കണ്ടു മറന്ന മുഖം. ആപ്കാ നാം ക്യാ ഹൈ? എന്റെ അച്ഛന്റെ അതേ പേര്. സാറിന് ഇതേ ഛായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ? ഇവിടെ എന്റെ ഒരു മകനുണ്ട്, രമേശ് നമ്പ്യാർ. കണ്ട എന്റെ മകനാണെന്ന് പറയില്ല. എന്റെ ഒരു ചായയില്ല. എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ഛായ സാറിന്. പെട്ടിന്ന് കേട്ടപ്പോ സാറെന്താ പെട്ടെന്ന് ഞെട്ടിയത്? താൻ ഡൽഹിയിൽ വന്നിട്ടുണ്ടല്ലേ? അതെങ്ങനെ സാറിന് മനസ്സിലായി? ഡൽഹിയിൽ ഒരു പെട്ടി മോഷ്ടാവുണ്ട്. അവൻ പെട്ടി കണ്ടാ വിടില്ല. എന്നാൽ ഈ മുഖച്ഛായ തോന്നലായിരിക്കും. അയാളെ കണ്ടാലേ അറിയാം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ. എന്നാലും ഒന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാണ്. ഇതാ ചായ. ഈ ചായ അല്ല, ആ ചായ അത് മുഖച്ഛായ. എന്നാലും ഈ ചായ അല്ലേ ഇങ്ങത്താ. മോനെ മോനെ രമേശ, എടാ കൊച്ചു നമ്പ്യാരെ, മോനെ മോനോ? ക്ഷീണിച്ചു പോയടാ. അതിവിടെ ക്ലൈമറ്റിന്റെ കുഴപ്പമുണ്ടോ? ഞാൻ ഇവന്റെ അച്ഛൻ എമ്മൻ നമ്പ്യാർ. അതായത് അല്ല, ഇതാ നിന്റെ പെണ്ണ്? ഇതാണ്. ആള് കൊള്ളാലോ. എന്റെ മകന്റെ ഭാര്യ മോളെ സൂര്യല്ല. പ്രവാസക്കാരി. നീ സൂര്യല്ലെങ്കിൽ പിന്നെ ചന്ദ്രിക. പെമ്പിള്ളേരുടെ ദേഹത്തോട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാക്ക് തെറ്റിക്കലടാ രമേശ. ഏത് വാക്ക്? കണ്ട സന്തോഷത്തിന് ഞാനൊന്ന് ആലിംഗനം ചെയ്യണല്ലേ? സാരമില്ല, പ്രായമായ ആളല്ലേ. പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സ് വളരെ ചെറുപ്പം. അപ്പൂപ്പന്റെയോ? അപ്പൂപ്പന്റെ കരളെ, കരളിന്റെ പൊരുളെ, പൊരുളിന്റെ മലരെ. നിന്നോട് കൊണ്ട് കെട്ടിയെടുക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത്. 6 മാസം തീഹാർ ജയിലിൽ കിടന്നിട്ട് നിന്റെ ഈ സ്വഭാവം മാറില്ലടാ പട്ടി. അടിച്ച് നിന്റെ പല്ലിയം തെറിപ്പിച്ചതായി. നീ എന്റെ പല്ല് തെറിപ്പിക്കണോ ഹരിചന്ദ്ര? ഹരിചന്ദ്രനല്ല, ഞാനിവിടെ ആലിബാബയാ. അപ്പൊ നീ മതം മാറിയോ? മതം മാറിയതല്ല, വേഷം മാറിയതാ. താൻ അന്വേഷിച്ച് വന്ന മോൻ രമേശ് നമ്പ്യാർ എന്ന പേരിൽ ഒരു ഗജ ഫ്രോഡ് ഇവിടെ കയറി പറ്റിയിട്ടുണ്ട്. ആദ്യം എങ്ങനെയെങ്കിലും അവനെ പോച്ച് പുറത്തിയടിക്കാൻ നോക്ക്. ബാക്കിയെല്ലാം ഞാൻ പിന്നീട് വശം പോലെ പറഞ്ഞുതരാം. അയ്യോ അങ്കിൾ, ഇങ്ങനെ വീഴുന്നത് പപ്പയ്ക്കൊരു ശീലമാ. കഴിക്കൊന്നും പറ്റില്ല. നീ സ്ഥിര ശീലാക്കലടാ പോലെ രമേശ. देखो देखो, he is perfectly all right. പപ്പ ഡൽഹിന്ന് വരും പറഞ്ഞിട്ടുണ്ടായി. വരില്ല. അതെന്താ? പെട്ടെന്നൊരു ആക്സിഡന്റിൽ ഡൽഹി വെച്ച് ഡാഡിയുടെ ബോഡിയുടെ ഒരു എല്ലൊടിഞ്ഞു. ഡാഡി കിടപ്പിലായി. എന്നെ പ്രതീക്ഷിക്കണ്ടെന്നും കല്യാണം നടത്തി
സുഖമായി ജീവിക്കൂ മോനെ എന്നും ഡാഡി ഫോണിൽ പറഞ്ഞു. മോനെ മോനെ രമേശ് നമ്പ്യാരെ, വേറെ അറിയൂ മൈ സൺ മോനെ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ഹലോ. വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലൊടിഞ്ഞ കാര്യം മകൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് വീണ കാര്യം ഇത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞോ? എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല, കയ്യിലും കാലും ചെറിയൊരു പരിക്കുള്ളൂ. ഡാഡിയെ കണ്ടിട്ട് എന്താ ഒരു മൈൻഡില്ലാണ്ട് പോകുന്നേ? ഇന്ന് വന്നേ രമേശ. ഇവനാണല്ലേ ഈ രമേശ് നമ്പ്യാർ. ഇയാളുടെ മോൻ ഞാനെല്ലാം ഇപ്പൊ അറിയും. എല്ലാം കൊളമാവൂ ദൈവമേ. മോനെ രമേശ, എത്ര നാളാടെ പപ്പ നിന്റെ മുഖം കണ്ടിട്ട്? വാടാ. ഡാഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒന്ന് വിളിക്കതേ ഉള്ളൂ. ഇതേ ഉള്ളൂ. മോനെ. ആരാ ഡാഡി ഇത്? ഇതെന്റെ മോള് സൂര്യ. ആ, ഇത് രമേശിന്റെ ഫാദർ മിസ്റ്റർ നമ്പ്യാർ. ഹലോ അങ്കിൾ. അപ്പൊ അവിടെ കണ്ട പെണ്ണ് സൂര്യല്ല, ആ തെണ്ടിക്ക് ആള് മാറിപ്പോയതാ. എന്തെങ്കിലും ആവട്ടെ, ലേഡീസ് അല്ലേ. മോളെ സൂര്യ, എന്റെ പൊന്നു മരുമോളെ, നിന്നെ കാണാൻ ഈ ഫാദറിനെ കൊതിച്ചിരിക്കായിരുന്നു. മോളെ നീ ഒന്നും പറയണ്ട. എന്റെ ഉളുക്ക് മാറി. അയ്യോ. ഒരു 5 മിനിറ്റ് പപ്പയെ പിണ്ണതയില് വിട്ട് അടിമുടി ഒന്ന് തടവിട്ട് കൊണ്ടുവരാം. പപ്പ ഇങ്ങോട്ട് വന്നേ. പോയിട്ട് വരാം. Loving father and son. അയ്യായി. ഞാനൊരു ദുഷ്ടനാ, ക്രൂരനാ, ദയയില്ലാത്തവനാ, കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ. സത്യം പറത്താനാരാ? ഞാൻ നമ്പ്യാരി, നിന്റെ തന്ത. എനിക്ക് ആ പേരിലൊരു തന്തയില്ല. അപ്പൊ ബാക്കി എല്ലാ പേരിലും തന്തയുണ്ടോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അത് പോട്ടെ, നീ ആരടാ? ഞാനാണ് യഥാർത്ഥ രമേശ് നമ്പ്യാർ. രമേശ് നമ്പ്യാരോ? ഇവന്റെ പെട്ടി അല്ലല്ലോ ഞാൻ അടിച്ചു മാറ്റിയത്. സത്യം പറഞ്ഞോണം, താൻ എന്തിനെന്റെ തന്തയായി? അയ്യോ. സത്യത്തിൽ ഞാൻ ആലിബാബയായിട്ട് കൂടെ കഴിഞ്ഞവന്റെ തന്ത. അവനിപ്പൊരു തന്തയുടെ ആവശ്യമില്ലാന്നും ബൈ ചാൻസിൽ നിങ്ങൾക്കൊരു തന്ത മസ്റ്റ് ആണെന്നും അവൻ ഹിന്ദി ചെയ്തു. അവൻ പറഞ്ഞ ശരിയാ. കുറച്ചു നാളത്തേക്ക് എനിക്കൊരു തന്തേ വേണം. അതൊരു കല്യാണം നടക്കാൻ വേണ്ടി. പക്ഷേ കല്യാണം നടന്നു കഴിഞ്ഞാൽ അപ്പ സ്ഥലം വിട്ടോണം. മറ്റാരും ഇത് അറിയണ്ട. നല്ലൊരു തുക പ്രതിഫലമായിട്ട് തന്നേക്കാം. പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ആക്ട് ചെയ്യാട്ടാ. ഓവർ ആക്ടിങ് വേണ്ട. പിന്നെ താൻ വന്നപ്പം മുതൽ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഈ ലേഡീസുമായിട്ടുള്ള ടച്ചിങ്ങും ഫിനിഷിങ്ങും വേണ്ട. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിദേശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. പിന്നെ തന്തയുടെ റോള് വളരെ മനോഹരമാക്കി ചെയ്യാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തിരുന്ന് മുട്ടിന്ന് വരും. എന്നാലേ മറ്റുള്ളവരുടെ സിമ്പതി കിട്ടൂ. തന്റെ കരണക്കുറ്റിക്ക് ഞാനൊരു അടി തന്ന് തന്റെ ചെവിക്കല്ലി പൊട്ടിയാലും മറ്റുള്ളവർക്ക് തന്നോട് സിമ്പതി തോന്നും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് മുതൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത തന്തയായിരിക്കും. ഓക്കെ, ഇന്നു മുതൽ ഞാൻ രമേശ് നമ്പ്യാർ, നിങ്ങൾ എം എൻ നമ്പ്യാർ. ഇപ്പോൾ തന്നെ നമ്മൾ ശങ്കർജിയെ കണ്ട് കല്യാണം ഫിക്സ് ചെയ്തേക്കാം. നിക്ക്. അതിനു മുമ്പ് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യും മോനെ. 10,000. അത് വല്ല പിച്ചക്കാരന്റെ തന്തയ്ക്ക്. ഇത് കോടീശ്വരന്റെ കളിയാ. 25, 50, 1 lakh. തീരെ ചീപ്പാക്കല്ലേ മോനെ. 100 പവനും ലേറ്റസ്റ്റ് മോഡൽ ഒരു മാരുതി കാർ ആണെങ്കിൽ ഫിക്സ്. ഓക്കെ, ഫിക്സ്ഡ്. പക്ഷെ കല്യാണത്തിന് ശേഷമേ തരൂ.